ഹായ് ഗായ്സ്, ഇന്ന് നല്ല നാടൻ ചേമ്പ് പുഴുങ്ങിയത് ഉണ്ടാക്കി തരാമെന്ന് മീനമ്മ പറഞ്ഞ്. ചേമ്പ് മാത്രമല്ല, അതിൻ്റെ കൂടെ 2 മധുരക്കിഴങ്ങും കൂടെ പുഴുങ്ങിയെടുക്കുന്നുണ്ട്. ഇതിന് രണ്ടിനും കൂട്ടാനായിട്ട് നല്ല നാടൻ കാന്താരി മുളകും 2 ചെറിയുള്ളിയും കൂടെ വെച്ചിട്ട് ചെറിയൊരു ചമ്മന്തിയും കൂടെ ചട്ടപ്പട്ടയെന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പണ്ടൊക്കെ നല്ല നാടൻ ചേമ്പെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാനുള്ളതുണ്ടായിരുന്നേ. എന്നാൽ ഇന്നിപ്പോൾ അതില്ലാത്തത് കൊണ്ട് നമ്മളിത് കടയിൽ നിന്ന് വാങ്ങിയ ചേമ്പാണ്. എന്നാലും നല്ല നാടൻ ചേമ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 രീതിയിൽ നമ്മൾ ചേമ്പ് പുഴുങ്ങിയെടുക്കാറുണ്ട്. ഒന്ന് അതിൻ്റെ തോടോട് കൂടിയിട്ട് പുഴുങ്ങിയെടുത്തതിന് ശേഷം അത് പൊളിച്ചെടുത്തിട്ട് കഴിക്കാറുണ്ട്. അല്ലാതെ തോട് കളഞ്ഞിച്ചിട്ട് പുഴുങ്ങിയെടുക്കാറുമുണ്ട്. ഇന്ന് നമ്മൾ അതിൻ്റെ തോട് ചീകി കളഞ്ഞിച്ചിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ തോടെല്ലാം നല്ലപോലെ ചീകി കളഞ്ഞു, നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി തിളച്ച വെള്ളത്തിലേക്ക് കഷ്ണങ്ങളിട്ടു. ഒന്ന് തിളച്ച് കഴിയുമ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കും. നല്ലപോലെ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പം ആ വെള്ളം ഊറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പ് പുഴുങ്ങിയത് റെഡിയായി ഗൈസ്. മധുരക്കിഴങ്ങ് കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ അടുത്തത് ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള കാന്താരിമുളകിൽ നിന്ന് 2 കാന്താരിമുളകൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ചെറിയ ഉള്ളിയും കൂടി എടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചാൽ നമ്മുടെ ചമ്മന്തി റെഡിയായി. അപ്പം നമ്മുടെ ചൂട് ചേമ്പ് പുഴുങ്ങിയതും മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും ചമ്മന്തിയും റെഡിയായി ഗായ്സ്.